ഇന്ത്യ സിംബാബ്വെ സെക്കൻഡ് T20 ഇന്നാണ്. ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യ കളി തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മാച്ച് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് അത് നാണക്കേടാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ സെക്കൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ സിംബാബ്വെ ചെറിയ സ്കോർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ല്. ഓപ്പണിങ്ങിലാണ് ആദ്യം തന്നെ മാറ്റം വരുന്നത്. അഭിഷേക് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ട് അഭിഷേകിനെ ഇന്ന് കളിപ്പിച്ചേക്കില്ല. പകരം ഋതുരാജിനെ ഓപ്പണിങ്ങിൽ ഇറക്കും. ഗില്ലും ഋതുരാജും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ വൺ ഡൗണിൽ ഇന്ത്യക്ക് ഒരു പുതിയ താരത്തെ ആവശ്യമാണ്. സായ് സുദർശൻ വൺ ഡൗണിൽ കളിക്കും. മികച്ച ബാറ്റിംഗ് ആണ് സായ് സുദർശൻ കാഴ്ചവെക്കുന്നത്. IPL നമ്മളത് കണ്ടിട്ടുണ്ട്. താരം വിക്കറ്റ് പെട്ടെന്ന് വലിച്ചെറിയാത്ത താരമാണ്. വളരെ സ്ഥിരതയാർന്ന ബാറ്റിംഗ് ആണ് സായ് സുദർശൻ കാഴ്ചവെക്കാറ്. അതുകൊണ്ട് ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ശക്തമാക്കാൻ സായ് സുദർശനെ ടീമിലേക്ക് കൊണ്ടുവരും. അതുപോലെ ബൗളിങ്ങിലും മാറ്റം വരാം. ഇന്ത്യൻ ടീമിന് ബാറ്റിങ്ങിലാണ് ഇന്നലെ പണി കിട്ടിയത്. ആരും തന്നെ ഫോമായില്ല. ഗില്ല് മാത്രമാണ് ഒന്ന് പൊരുതിയത്. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫിനിഷറായ റിങ്കു സിംഗ്. താരം ഇന്നലെ ഡെക്കിലാണ് പുറത്തായത്. അതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഇന്ത്യക്ക് മുട്ടിക്കളിച്ചാൽ പോലും ജയിക്കാവുന്ന റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും സിംബാബ്വെക്കെതിരെ ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ T20 ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. ശുഭ്മാൻ ഗില്ല്, ഋതുരാജ്, സായ് സുദർശൻ, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്. ഇന്നത്തെ മാച്ച് കഴിഞ്ഞാൽ പിന്നെ ജയ്സ്വാളും സഞ്ജുവും ഇന്ത്യൻ ടീമിലെത്തും. പിന്നെ ഇന്ത്യക്ക് പേടിക്കാനില്ല. ആദ്യത്തെ 2 T20 മാത്രമേ സഞ്ജു കളിക്കാത്തതുള്ളൂ. ഇന്നും കൂടി തോറ്റാൽ അത് ഇന്ത്യക്ക് ക്ഷീണമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.